ദൈവപ്രീതി ലഭിച്ച ബൈബിൾ കഥാപാത്രങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് തുടങ്ങിയ ദിവസങ്ങളിൽ നമ്മൾ പല കഥാപാത്രങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇന്നു മുതൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന യോശുവ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ കഥാപാത്രത്തിന് ദൈവപ്രീതി ലഭിച്ചതും അത് നിമിത്തം ഉണ്ടായ അനുഗ്രഹങ്ങളുമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. വായിക്കാം. യോശുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. പിന്നെ യഹോവ യോശുവയോട്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും എന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണുക നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും. നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിലെ വെള്ളത്തിൻ്റെ വക്കത്തെത്തുമ്പോൾ യോർദാനിൽ നിൽക്കാൻ കൽപ്പിക്ക എന്ന് അരുളി ചെയ്തു. ദൈവത്തിൻ്റെ പ്രീതി നിന്റെ മേൽ വന്നു കഴിഞ്ഞാലേ ദൈവത്തിൻ്റെ ശബ്ദം നിനക്ക് കേൾക്കാനായിട്ട് കഴിയും. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്ന പ്രഥമ ശബ്ദം, ഒരു തലമുറയെ നയിച്ച ഒരു ദൈവഭക്തനുണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ പേര് മോശ എന്നാണ്. അവൻ്റെ കാലം കഴിഞ്ഞു. അയ്യോ, ഇനി എന്ത്, ഇനി എങ്ങനെ എന്ന് പരാതിപ്പെട്ട് പരിഭവിച്ച് ജീവിതം മുന്നോട്ട് തള്ളി നീക്കാനല്ല. ഇനി നിനക്ക് ദീർഘദൂരം ഓടാനായിട്ടുണ്ട്. ഇനി നിനക്ക് ദീർഘദൂരം യാത്ര ചെയ്യാനായിട്ടുണ്ട്. എൻ്റെ സന്നിധിയിലിരിക്കെ അവനെ ഞാൻ വലിയവനാക്കിയതുപോലെ നിന്നെയും ഞാൻ വലിയവനാക്കാൻ തുടങ്ങുകയാണ്. യെസ്, ചിലരെ നോക്കി ദൈവം പറയുന്നു, പിതാക്കന്മാർ നിർത്തിയിടത്ത് ചിലത് റീസ്റ്റാർട്ട് ചെയ്യാം, പുനരാരംഭിക്കാൻ ദൈവം നിങ്ങളുടെ കരങ്ങളിൽ കരുത്ത് തരാൻ പോവുക. നിങ്ങളുടെ കാലുകൾക്ക് ബലം ദൈവം പകരാൻ പോവുകയാണ്. വിശ്വസിക്കാമോ ഈ ദൂത്? യെസ്, ഇവിടെ ദൈവമാണ് യോശുവയോട് പറയുന്നത്, ഞാൻ നിന്നെ വലിയവനാക്കാൻ പോവാ. ഇതാരോടുള്ള ദൂതാണ് കേട്ടോ. മനുഷ്യർ നിന്നെ വലിയവനാക്കിയാൽ പരിധിയുണ്ട്, പരിമിതിയുണ്ട്, അളവുകോലുണ്ട്. അതിനപ്പുറത്തോട്ട് അവർ വിടത്തില്ല. ഹല്ലേലൂയ. പൊക്കിയവർ തന്നെ പൊക്കി താഴെ ഇടും. അതങ്ങനെ മനുഷ്യ സഹജമാണ്. പക്ഷെ ദൈവം നിന്നെ വലിയവനാക്കിയാലുണ്ടല്ലോ, ഏതറ്റം വരെ നീ ഉയരുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കറിയത്തില്ല, ഒരു പ്രവചന ദൂത് പോലെ പലരോട് സംസാരിക്കുക. ഇന്ന ആളെന്നെ സഹായിക്കും, ഇന്ന വ്യക്തി എന്നെ മാനിക്കും. നോ, ഇല്ല. അവരല്ല നിന്നെ സഹായിക്കുന്നത്, അവരല്ല നിന്നെ ഉയർത്തുന്നത്. ദൈവം നിന്നെ ഡയറക്റ്റ് ഉയർത്താൻ പോവാ. ദൈവം നിന്നെ ഡയറക്റ്റ് ഉയർത്താൻ പോകുകയാണ്. വിശ്വസിക്കുക, ഈ ദൂത് ഏറ്റെടുക്കുക. ഈ ദൂതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭയങ്കര വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കും കേട്ടോ. വിശ്വസിച്ചോണം, ഭയങ്കരമായിട്ട് ഈ ദൂതിനെ വിശ്വസിച്ചോണം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം വരെ ആമേൻ, മോശയുടെ പിറകിലായിരുന്ന നീ, അവൻ ചെയ്യുന്നത് കണ്ടോണ്ടിരുന്ന നീ, അവൻ ചെയ്തതിനെക്കാട്ടിൽ വലിയ രീതി ചെയ്യാനായിട്ട് പോവാ. വിശ്വസിക്കാമോ ഈ ദൂത്? ദൈവം ചില കഴിവുകൾ നൽകി തൻ്റെ നാമമഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുത്താൻ പോകുന്നു. തൻ്റെ രാജ്യത്തിന് വ്യാപ്തിക്കായിട്ട് ഉപയോഗിക്കാൻ പോകുന്നു. ഈ വാക്യത്തിന് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് തോന്നുന്നില്ല. ഇവിടെ തന്നെ ദൈവം എന്നെ നിർത്തുക. ദൈവം പറയുന്ന ശബ്ദം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഞാൻ നിന്നെ വലിയവനാക്കാൻ തുടങ്ങും. ഇസ്രായേൽ കാണും ദൈവം നിന്നെ വലിയവനാക്കിയെന്ന്. അടുത്തതായിട്ട് ദൈവം പറയുകയാണ്, 8-ാം വാക്യം. നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാന്റെ വെള്ളത്തിന്റെ വക്കത്ത് എത്തുമ്പോൾ യോർദാനിൽ നിൽപ്പാൻ കൽപ്പിക്ക എന്ന് അരുളി ചെയ്തു. കണ്ടോ, യോശുവയോട് ആദ്യം പറയുന്ന ദൈവത്തിന്റെ ശബ്ദമാണ്. മോനെ, കഴിഞ്ഞ തലമുറയിലെ മോശ ഒരു അധികാരത്തിന്റെ വടി നീട്ടി ചെങ്കലിനെ 2ആയിട്ട് വിഭജിച്ചു. നിനക്ക് അനുകരിക്കാൻ അത് മാതൃകയാണെങ്കിലും, നിനക്ക് അനുകരിക്കാൻ അത് നല്ലതാണെങ്കിലും വേണ്ട, നിന്നിലൂടെ വ്യത്യസ്തമായ ചില നടക്കാൻ പോവാ. നിന്നിലൂടെ വ്യത്യസ്തമായ ചില സംഭവിക്കാൻ പോവാ. നിയമപ്പെട്ടകം ചുമക്കുന്ന, അർത്ഥം സാന്നിധ്യം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ ആ പ്രതികൂലത്തിന്റെ വക്കത്ത് ചവിട്ടുമ്പോൾ അത് 2ആയിട്ട് മാറും. യെസ്, ആരെയും നോക്കി ദൈവാത്മാ പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നു, ഇന്നലകളിൽ ചിലർ ചെയ്തതുപോലെ ചെയ്ത് പോകാനല്ല. നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന് ദൈവത്തിൻ്റെ കയ്യിൽ വ്യക്തമായ ടൂളുണ്ട്. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ദൈവം നിന്നോട് പറയും. നീ അതനുസരിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഫേവർ നിന്റെ മേലുണ്ട്, ദൈവത്തിൻ്റെ പ്രീതി നിന്റെ മേലുണ്ട്. യെസ്, ആ ദൈവവരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, വളരെ വ്യക്തമായ ഹൃദ്യമായ ദൈവികമായ ഒരു ആലോചന ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവേ. യോശുവ എന്ന് പറയുന്ന ദൈവഭക്തന് ദൈവത്തിന് പ്രീതി ലഭിച്ച കാര്യം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ.
ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം കൊണ്ടുവരട്ടെ, ഡെലിവറൻസ് കൊണ്ടുവരട്ടെ. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.